ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ ത്രീ ടൈപ്സ് ഓഫ് കിങ്ഡം അതേപ്പറ്റിയാണ് പറയുന്നത്. ഫാദർ യുവർ കിങ്ഡം കം എന്നുള്ള പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. സോ 3 ടൈപ്സ് ഓഫ് കിങ്ഡം. ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് സ്പിരിച്വൽ കിങ്ഡം. അതായത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും ആ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നിങ്ങളുടെ പേര്, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് നിങ്ങൾ സ്നാനപ്പെട്ട് ബാപ്റ്റിസം, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ, വിശുദ്ധ ജീവിതം നയിച്ചാൽ, വചനമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകും. യു വിൽ ബി ഫ്ലൈയിങ് ഇൻ ദി എയർ ടു ബി വിത്ത് ദ ലോർഡ് ഫോർ എവർ. അങ്ങനെ യേശു വേഗം വരാറായി. എനി ടൈം യു വിൽ ഹിയർ ദ ട്രംപറ്റ് ആൻഡ് വെൻ ദ ട്രംപറ്റ് സൗണ്ട്സ്, those who have a passport, visa and ticket, they will be flying in the air. That means Indian passport adalla, America പോകുന്ന passport അല്ല. I am talking about another passport, another ticket, spiritual passport, spiritual ticket, spiritual visa. Okay, ഇന്ന് ഞാൻ പാസ്പോർട്ടിനെ പറ്റി പറയാം. 2 Peter chapter 3:9, the Lord is not slack concerning his promise, as some count slackness, but is long-suffering towards us, not willing that any one should perish, but that all should have to repentance. ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, സ്വപ്നം. അതുകൊണ്ടാണല്ലോ യേശു വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. അത് 2 പത്രോസ് 3:9 പറയുന്നു. 2 Peter chapter 3:9. സോ നിങ്ങൾക്ക് സപ്പോസിങ് ഒരു ഫോറിൻ കൺട്രീസ് പോകണം. നിങ്ങളുടെ പിള്ളേരൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ ഫോറിൻ കൺട്രീസിലാണല്ലോ, UK, അമേരിക്ക, ഓസ്ട്രേലിയ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ കുറേ പേരുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. പക്ഷേ അതിന് എന്ത് വേണം? ആദ്യം പാസ്പോർട്ട് എടുക്കണം അല്ലേ? പാസ്പോർട്ട് ആദ്യം ഉണ്ടാകണം. പിന്നെ നമ്മൾ പോകാൻ നേരത്ത് വിസ വേണം, ടിക്കറ്റും വേണം. ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് ഒരു എയറോപ്ലെയിനിലും കയറി വേറെ ഒരു രാജ്യത്തും പോകാൻ പറ്റുകയില്ല. സോ ഇവിടെ പാസ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ വലിയ പ്രശ്നമാണ് അല്ലേ? ഒരു വിസ കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് കുറേ പേര് ഇന്നലെ ഹൈദരാബാദിൽ വന്നു. ചിലർ ചെന്നൈ പോകണം, അവിടെ പോയി ക്യൂ നിൽക്കണം, അവിടെ കറക്റ്റ് സമയത്ത് പോയി അവർ ചോദിക്കുന്നതിൻ്റെ എല്ലാം ഉത്തരം പറയണം. പിന്നെ റൈറ്റ് ഉത്തരം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിസയ്ക്ക് വേണ്ടി പോയതൊക്കെ, പാസ്പോർട്ടിന് പോയതൊക്കെ. പാസ്പോർട്ട് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് അല്ലേ? ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഇറ്റ്സ് എ ലോങ് പ്രൊസീജിയർ. പക്ഷേ ഐ ആം ടോക്കിംഗ് അബൌട്ട് എ പാസ്പോർട്ട് ദാറ്റ് ഈസ് ഫ്രീ, എ ഫ്രീ പാസ്പോർട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ യു. ദാറ്റ് ഈസ് കോൾഡ് റിപ്പൻറ്റൻസ്. നമ്മൾ മാനസാന്തരപ്പെടണം. ആ മാനസാന്തരപ്പെടുമ്പം യു ആർ ഗെറ്റിംഗ് എ സ്പിരിച്വൽ പാസ്പോർട്ട്. So heaven's passport is absolutely free അല്ലേ? God forgives everyone freely. നമ്മളിപ്പോൾ എങ്ങും പോകണ്ട. നിങ്ങളിപ്പം എൻ്റെ പാപം ക്ഷമിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഒരു മലയിലും പോകണ്ട, ഒരു ഗംഗയിലും പോകണ്ട, ഒരു തിരുപ്പതിയും പോകണ്ട, ഒരു ശബരിമലയും പോകണ്ട, ഒരു കുംഭമേളയോ എവിടെയാണോ, മക്കായാണോ മദീനയാണോ, ഒരിടത്തും പോകണ്ട. യു സിറ്റ് ഇൻ യുവർ പ്ലേസ്, യു സിറ്റ് ഇൻ യുവർ റൂം. നീ ഇരിക്കുന്നിടത്തിരുന്ന് എൻ്റെ കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ മതി, വിശ്വസിച്ചാൽ മതി. യേശുവേ, നീ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചല്ലോ, നീ രക്തം ചെയ്തത് എനിക്ക് വേണ്ടിയാണല്ലോ, നന്ദി കർത്താവേ, എൻ്റെ പാപം ഒന്ന് ക്ഷമിക്കണേ എന്ന് ആ വിശ്വാസം, കൃപ. Ephesians chapter 2:8, it is by grace and through faith you are saved. You don't have to do any hard work. നിങ്ങളുടെ ഡ്രസ്സ് മാറ്റണ്ട, നിങ്ങളുടെ സ്വർണ്ണം വരണ്ട, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഹൃദയം മാത്രം ഒന്ന് കീറിയാൽ മതി. ഹൃദയം മാത്രം പരിശുദ്ധമായാൽ മതി. ഹൃദയം അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. എൻ്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപം ക്ഷമിച്ച് നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി വീണ്ടും വന്ന് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അൺലെസ് യു ആർ ബോൺ അഗെയിൻ യു വിൽ നോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ജീസസ് സെഡ്, നിക്കോഡെമസിനോട് പറഞ്ഞതാണ്, നീ ഒരാൾ വീണ്ടും ജന്മം പ്രാപിക്കാതെ ഒരിക്കലും സ്വർഗരാജ്യം കാണുകയില്ല, പ്രവേശിക്കുകയില്ല എന്ന്. എന്നതാ വീണ്ടും ജന്മം? ഈ സ്പിരിച്വൽ പാസ്പോർട്ടാണ്, റിപ്പൻറ്റൻസ് ആണ്. ആദ്യം നമ്മൾ പശ്ചാത്തപിക്കണം. വി ഹാവ് ടു സേ സോറി. ഞാൻ പാപിയാണേ എന്ന് സമ്മതിക്കണം. ആരെങ്കിലും ഉണ്ടോ പാപം ചെയ്യാത്തവർ? ആരുമില്ലല്ലോ. എല്ലാവർക്കും ജന്മപാപം ഉണ്ടല്ലേ?
ആദത്തിനെ സൃഷ്ടിച്ചപ്പോഴും ആദത്തിനെ സൃഷ്ടിച്ചപ്പം വിശുദ്ധനായി ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ദൈവത്തിൻ്റെ മകനായിട്ട് സൃഷ്ടിച്ചു. പക്ഷേ പാപം ചെയ്തപ്പോൾ അതിന് ജനിച്ച എല്ലാവരും ജന്മപാപമാണ്. കെയിൻ തുടങ്ങി ആബേൽ തുടങ്ങി എല്ലാവർക്കും ജന്മപാപമാണ്. പരിശുദ്ധ കന്യാമറിയം ഇല്ല. പരിശുദ്ധ കന്യാമറിയം ഒരു പുരുഷൻ്റെ കോണ്ടാക്റ്റോടെയാണ് ജനിച്ചത്. പുരുഷൻ്റെ കോണ്ടാക്റ്റോടെ ജനിച്ച എല്ലാം ജന്മപാപമുണ്ട്. ഞാനങ്ങനെ ഓർത്തു. ഒരു കന്യകയില്ല, ഒരു കന്യകമറിയയില്ല, എല്ലാവരും ജന്മപാപം ഉള്ളതാണ്. കന്യകയിലാണ് യേശു ജനിച്ചത്. തീർച്ചയായിട്ടും കന്യകയിൽ മാത്രമാണ് യേശു ജനിച്ചത്. യേശു ജനിക്കുന്നവരെയും കന്യകയായിരുന്നു മാതാവ്. അത് കഴിഞ്ഞ് പിന്നെ മക്കളുണ്ടായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? യോസേഫും മരിയയും കൂടെ ഒരുമിച്ച് ജീവിച്ചു. മത്തായിയുടെ സുവിശേഷം 1:25 പറയുന്നു, യേശു ജനിക്കുന്നത് വരെ അവൾ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന്. ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. നോ സെക്സ് അറ്റ് ഓൾ. യേശു ജനിച്ചു കഴിഞ്ഞ് ഓഫ് കോഴ്സ് ബൈബിൾ ടീച്ചേഴ്സ് ദാറ്റ്. അപ്പോൾ നമുക്കെല്ലാം ജന്മപാപമായിട്ടാണ് ജനിച്ചത്. ഞാനും നീയും നിങ്ങളും എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് കർമ്മപാപം ചെയ്യാൻ തുടങ്ങും അല്ലേ? എല്ലാത്തിലും നമ്മുടെ നിരൂപണത്തിൽ പാപമാണ്. നമ്മൾ ചെയ്യുന്നത് പാപമാണ്. നമ്മൾ നോക്കുന്നത് പാപമാണ്. മൊത്തം പാപമാണ്. നിരൂപണങ്ങളെല്ലാം പാപമാണ്. മനുഷ്യൻ്റെ ഒരാൾ പോലും നീതിമാനില്ല. ബൈബിൾ പറയുന്നു നീതിമാൻ ഒരുത്തനുമില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാപങ്ങളെ കൺഫെസ് ചെയ്യണം. വി ഹാവ് ടു സേ ലോർഡ് എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പള്ളിയിൽ പോയി ശനിയാഴ്ച തോറും ഞങ്ങൾ കത്തോലിക്ക പള്ളിയിൽ പോയി എപ്പോഴും കുമ്പസാരിക്കുമായിരുന്നു. അച്ഛനോട് കുമ്പസാരിച്ചു. നമുക്കൊന്നും അറിയുന്ന അതാണല്ലോ നമ്മളെ പഠിപ്പിച്ച് വെച്ചത്. 1-2 ദിവസം നല്ല ഇതായിരിക്കും, നമ്മൾ ഓർക്കും ഇനിയൊന്നും ഞാൻ വലിയ വിശുദ്ധയാണ്, ഇനിയൊന്നും ചെയ്യാറുണ്ട്. 3-ാമത്തെ ദിവസം എല്ലാം മറക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു ദിവസത്തേക്ക് നല്ല കുട്ടിയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെയും ചങ്ങനും തെങ്ങിയില്ല, എല്ലാ പാപവും പിന്നെയും ചെയ്യും. ഒരു നുണ പറയുന്നു, കളവ് പറയുന്നു, അങ്ങനെയൊക്കെ. അത്രയേ ഉള്ളൂ പാപങ്ങളന്ന്. ചിലപ്പോൾ കട്ടെടുക്കുന്നതിന് വീട്ടിലെ സാധനങ്ങൾ വല്ല ഫുഡൊക്കെയാണ്. ഒരു ദിവസം അച്ഛൻ ഞാൻ പറഞ്ഞു പഞ്ചസാര കട്ടെടുക്കും. അത് സാരമല്ല മോളെ, അത് ഭക്ഷണ സാധനമല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ നമ്മുടെ പാപങ്ങൾ അന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ വലിയ പാപം, വളരുന്തോറും വലിയ പാപം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ പാപമെല്ലാം ഇങ്ങനെ ഒരു ദിവസം സംസാരിക്കും, പിറ്റേ ആഴ്ച എല്ലാ ആഴ്ച തോറും പിന്നെയും സംസാരിക്കും. അങ്ങനെ ജീവിതകാലം മുഴുവൻ പാപം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല ഞാൻ ചെയ്തത്. 1992 ഐ കൺഫെസ്ഡ് വൺസ് ഫോർ ഓൾ. യേശുവേ ഞാൻ പാപിയാണ്, ഹൃദയത്തിൽ നിന്ന് വന്നാണ്. യേശുവിനോടാണ് കൺഫെസ് ചെയ്യുക, അച്ഛനോടല്ല. ഞാൻ യേശുവിനോട് കൺഫെസ് ചെയ്തു, ഞാനും എൻ്റെ ഭർത്താവും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പാപം മനഃപൂർവ്വം ചെയ്യുകയില്ല. അത് കഴിഞ്ഞ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം വിശുദ്ധ ജീവിതം നയിക്കാൻ, കോൺവെൻറ്റിൽ പോലും കന്യാസ്ത്രീയായി ഞാൻ. പക്ഷേ അവിടെയൊന്നും വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിച്ചില്ല. എൻ്റെ 40 വയസ്സ് വരെ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ ദൈവവചനം പഠിച്ചു, ദൈവവചനത്തിൽ കൂടി ജീവിക്കാൻ തുടങ്ങി, ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ദൈവവചനം ഐ ബിക്കേം എ വാക്കിംഗ് ബൈബിൾ. അന്നേരമാണ് എനിക്ക് വിശുദ്ധ ജീവിതം ഇതെല്ലാം സാധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം കർത്താവ് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. യേശു ചെയ്തു, തെരേസ പോൾ ചെയ്തു, നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതേ ഉള്ളൂ പഠിപ്പീര്. എൻ്റെ ബുക്കിലും അതാണ്, പ്രസംഗത്തിലും അതാണ്. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഇനിയും ഡിപ്പെൻഡൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, കർത്താവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണേ, ഒരു പ്രാവശ്യം മാറോട് കൈവച്ച് എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പാപിയാണ്, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു, എൻ്റെ പാപം ക്ഷമിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകി എന്നെ നിൻ്റെ പുത്രിയാക്കണേ, എന്നെ നിൻ്റെ പുത്രനാക്കണേ. ആമേൻ. അത് മതി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ പാസ്പോർട്ട് ലഭിച്ചത് കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.